Hello all, welcome back to the channel. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോറിതംസ് മൊഡ്യൂൾ 3-ലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, അതായത് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രീ മെമ്മറി ബ്ലോക്സ് ഓഫ് സൈസ് 60, 25, 12, 20, 35, 45 and 40 ആർ അവൈലബിൾ ഇൻ ദിസ് ഓർഡർ ഇറ്റ്സെൽഫ്. അതായത് ആ ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത് മെമ്മറി ബ്ലോക്സ്. ഇനി നമ്മൾ ഷോ മെമ്മറി അലോക്കേഷൻസ് ഫോർ എ സീക്വൻസ് ഓഫ് ജോബ് റിക്വസ്റ്റ് 22, 10, 42, 31 ഇൻ ദിസ് ഓർഡർ ഇൻ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേർസ്റ്റ് ഫിറ്റ്. ഇത് മൂന്ന് അപ്രോച്ചസ് ആണ്. മെമ്മറി ബ്ലോക്കിലേക്ക് നമുക്ക് ജോബ് റിക്വസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യാനുള്ള 3 അപ്രോച്ചസ് ആണ് ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേർസ്റ്റ് ഫിറ്റ്. ഈ ഫസ്റ്റ് ഫിറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വലിയ ബ്ലോക്ക് ഓരോ റിക്വസ്റ്റിനും അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന മെമ്മറി ബ്ലോക്സ് ഒക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തു. 60, 25, 12, 20, 35, 45, 40 ഇതൊക്കെയാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ബ്ലോക്സ്. അപ്പോൾ ഫസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ 22 ആണ്. അപ്പോൾ 22 ആദ്യം കാണുന്ന വലിയ ബ്ലോക്ക്. അപ്പോൾ അത് 22 നമ്മൾ 16 തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ബ്ലോക്ക് 60 തന്നെയാണ് വലിയ ബ്ലോക്ക്. അപ്പോൾ അവിടെ തന്നെ 22-ന് കൊടുക്കും, അലോക്കേറ്റ് ചെയ്യും. അടുത്തത് 10 എന്ന് പറയുന്ന ആദ്യത്തെ വലിയ ബ്ലോക്ക്, അതായത് 10-നേക്കാളും വലുതായിരിക്കണം ആ ബ്ലോക്ക്. അങ്ങനെ ആദ്യം കാണുന്ന ബ്ലോക്ക്. അപ്പോൾ അത് സ്വാഭാവികമായി രണ്ടാമത്തെ ബ്ലോക്ക്, അതായത് 25-നായിരിക്കും 10-നെ അലോക്കേറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് 42 ആണ്. 42 പിന്നെ കാണുന്നത് 42-നേക്കാളും വലുതായിട്ടുള്ളൊരു ബ്ലോക്ക് എന്തായാലും വേണം. അപ്പോൾ 6 നമുക്ക് ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. പിന്നെ ഉള്ളത് 45 ആണ്. അപ്പോൾ 42 വിൽ ഗെറ്റ് അലോക്കേറ്റഡ് അറ്റ് 45. അവസാനത്തെ റിക്വസ്റ്റ് പറഞ്ഞാൽ 31 ആണ്. 31 നമുക്ക് ആദ്യം കാണുന്ന വലുത് 35 ആയതുകൊണ്ട് 35-ലേക്കായിരിക്കും 31-നെ അലോക്കേറ്റ് ചെയ്യുക. ഇതേപോലെ ബെസ്റ്റ് ഫിറ്റിന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഈ ഒരു നമ്മുടെ റിക്വസ്റ്റിനേക്കാളും സൈസ് വലുതായിരിക്കണം, ബ്ലോക്കിൻ്റെ സൈസ് വലുതായിരിക്കണം. പക്ഷേ ഏറ്റവും വലുതല്ല, ആ വലുതുകളിൽ ഏറ്റവും ചെറുത്. അതാണ് ബെസ്റ്റ് ഫിറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് റിക്വസ്റ്റ് 22 ആണ്. 22 നമ്മൾ നോക്കുമ്പോൾ 60 വലുതാണ്, 25 വലുതാണ്, 35 വലുതാണ്, 45 വലുതാണ്, 40 വലുതാണ്. പക്ഷെ നമുക്ക് അതിൽ ഏറ്റവും ചെറുതാണ് 25 ആണ്. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് നിയർ ആയിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ബ്ലോക്ക് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ 22 എന്നുള്ളത് 25 ആയിരിക്കും, 25-ലേക്കായിരിക്കും അലോക്കേറ്റ് ചെയ്യുക. അടുത്ത റിക്വസ്റ്റ് 10 ആണ്. 10-നേക്കാളും വലുതായിട്ടുള്ളതാണ് എല്ലാവരും, പക്ഷേ അതിൽ ഏറ്റവും ചെറുത് 12 ആണ്. അപ്പോൾ നമ്മൾ 12-ലേക്കാണ് 10-നെ അലോക്കേറ്റ് ചെയ്യുക. അതായത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ മെമ്മറി ബ്ലോക്ക്. പിന്നെ അടുത്തത് 42 ഈ പറഞ്ഞ പോലെ 42-നേക്കാളും വലുത് വരുന്നത് 45-ഉം 60 ആണ്. അപ്പോൾ ഏറ്റവും ചെറുത് 45 ആണ്. അപ്പോൾ 45-ലേക്കായിരിക്കും 42-നെ കയറ്റിയിടുക. 31 ഇടുന്നത് 35-ലേക്കായിരിക്കും. 31-നേക്കാളും വലുത് 35, 40, 45, 60 ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ 35-ലേക്കായിരിക്കും ഇടുക. വേർസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്ലോക്ക് അവൈലബിൾ ആയിട്ടുള്ള വലിയ ബ്ലോക്കിലേക്ക് കയറ്റി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 22-നെ ഏറ്റവും വലിയ ബ്ലോക്കായി 60-ലേക്ക് ഇടും. നെക്സ്റ്റ് റിക്വസ്റ്റ് 10 ആണ്. 10-ന് നമ്മൾ അടുത്ത ബിഗ്ഗസ്റ്റ് ബ്ലോക്കായ 45-ലേക്ക് ഇടും. 42 ആണ് മൂന്നാമത്തെ റിക്വസ്റ്റ്. അതിവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 42-നേക്കാളും വലുതായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രീ ബ്ലോക്ക് ഇല്ല. പിന്നെ ഉള്ളത് 31 ആണ്. 31 നമ്മൾ 40 എന്നുള്ള ബ്ലോക്കിൽ കയറ്റിയിടും, കാരണം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലോക്ക്. അപ്പോൾ ഇതാണ് വേർസ്റ്റ് ഫിറ്റ് അൽഗോറിതം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് റിട്ടൺ ഇൻ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ, അസ്യൂം സിംഗിൾ ഡിജിറ്റ് ഓപ്പറൻസ് ആൻഡ് ആ ഒരു സംഭവം റെപ്രസെൻറ്റ്സ് എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1, 2, 3 സ്റ്റാർ പ്ലസ് 4, 2 ഡിവൈഡഡ് ബൈ എക്സ്പോണൻറ്റ്. അപ്പോൾ ഈ ഇവാലുവേഷൻ ഓഫ് റിവേഴ്സ് പോളിഷ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെയാണ്. അപ്പോൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻസ് നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിജിറ്റ്സ് ഓപ്പറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാക്കിൽ കയറ്റിയിടും. അപ്പോൾ ആദ്യം നമ്മൾ എൻകൗണ്ടർ ചെയ്ത എന്താ പറയുക നൊട്ടേഷനിൽ എൻകൗണ്ടർ ചെയ്ത ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. അപ്പോൾ നമ്മൾ സ്റ്റാക്കിൽ കയറ്റിയിട്ടു 1. പിന്നെ 2, അത് അടുത്തൊരു നമ്പർ, അപ്പോൾ നമ്മൾ അതും സ്റ്റാക്കിൽ കയറ്റിയിട്ടു 2. മൂന്നാമത്തതും നമ്പർ തന്നെയാണ്, അപ്പോൾ നമ്മളത് സ്റ്റാക്കിൽ കയറ്റിയിട്ടു 3. അടുത്തത് വന്നത് ഒരു സിമ്പിളാണ്, അതായത് ഒരു ഓപ്പറേറ്ററാണ്, സ്റ്റാർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവസാനത്തെ രണ്ടെണ്ണത്തിനെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യണം, അതായത് 2-നെയും 3-നെയും പോപ്പ് ചെയ്യണം. എന്നിട്ട് അവസാനം പോപ്പ് ചെയ്ത ആൾ ഓപ്പറേറ്റർ ആദ്യം പോപ്പ് ചെയ്ത ആൾ, അങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് 2 × 3 അങ്ങനെയാണ് ഇവാലുവേഷൻ. അപ്പോൾ 2 × 3 6.
ആ റിസൾട്ടിനെ നമ്മൾ പുഷ് ചെയ്ത് തരണം സ്റ്റാക്കിലേക്ക്. അപ്പോൾ ഇപ്പോൾ സ്റ്റാക്കിൽ 1 പിന്നെ 6 ആണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് അടുത്തത് വീണ്ടും എന്ന് പറയുന്നത് ഒരു പ്ലസ് ഓപ്പറേറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ 2 സാധനത്തിനെ പോപ്പ് ചെയ്യണം. അവസാനം പോപ്പ് ചെയ്ത ആൾ പ്ലസ് ആദ്യം പോപ്പ് ചെയ്ത ആൾ. അപ്പോൾ 1 + 6 = 7. അപ്പോൾ നമ്മൾ ആ 7നെയും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തിടണം. പിന്നെ വരുന്നത് 2 നമ്പേഴ്സാണ്, 4ഉം 2ഉം. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ വെറുതെ പുഷ് ചെയ്തിടുന്നു എന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു ഡിവൈഡ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഡിവൈഡ് ഓപ്പറേറ്റർ വരുമ്പോൾ 2 ആൾക്കാരെ നമ്മൾ പോപ്പ് ചെയ്യും, 4നെയും 2നെയും നമ്മൾ പോപ്പ് ചെയ്യും. അവസാനം പോപ്പ് ചെയ്ത ആൾ ഓപ്പറേറ്റർ ആദ്യം പോപ്പ് ചെയ്ത ആൾ. അപ്പോൾ 4/2 = 2. നമ്മൾ ആ 2നെ സ്റ്റാക്കിൽ കയറ്റിട്ടു. അപ്പോൾ സ്റ്റാക്കിൽ ഇപ്പോൾ 7ഉം 2ഉം ആണ് ഉള്ളത്. വീണ്ടും നമ്മൾ നൊട്ടേഷൻ നോക്കുമ്പോൾ അടുത്ത എലമെൻറ്റ് എന്ന് പറയുന്നതും ഒരു ഓപ്പറേറ്ററാണ്, അതായത് എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മളത് 2 ആളെയും പോപ്പ് ചെയ്തെടുത്തു. അവസാനം പോപ്പ് ചെയ്ത ആൾ ഓപ്പറേറ്റർ ആദ്യം പോപ്പ് ചെയ്ത ആൾ. അപ്പോൾ 7^2, അതായത് 7 × 7 49. ഇതാണ് ആ എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ. ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇത് തന്നെയാണോ കിട്ടണമെന്ന് നോക്കുക. അടുത്തത് illustrate the result of each operation in the sequence push, 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 pop, push, pop in an initially empty stack S stored in the array. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാക്ക് കൊടുത്തിട്ടുണ്ട് 1 to 6 ആണ് സ്റ്റാക്കിൻ്റെ സ്റ്റാക്കിൻ്റെ സൈസ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പുഷ് 4 ആണ്. അപ്പോൾ 4നെ പുഷ് ചെയ്തു. പിന്നെ പുഷ് 1 ആണ്. അപ്പോൾ 1നെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് പുഷ് ചെയ്തു. പിന്നത്തെ ഓപ്പറേഷൻ പുഷ് 3 ആണ്. അപ്പോൾ അത് മൂന്നാമത്തെ സ്ഥലത്തേക്ക് 3നെ കയറ്റിട്ടു. പിന്നെ പോപ്പാണ് പറഞ്ഞേക്കണം. അപ്പോൾ 3 ആണ് റിമൂവ് ആയി പോവുക. അപ്പോൾ 4 1 മാത്രമേ ഇനി സ്റ്റാക്കിൽ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് പുഷ് 8 പിന്നെ പോപ്പാണ്. അപ്പോൾ പുഷ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8നെ കയറ്റി, പോപ്പ് എന്ന് പറയുമ്പോൾ ആ 8 വീണ്ടും ഇറങ്ങിപ്പോവും. ഇതാണ് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെയാണ് മൊഡ്യൂൾ 3-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ഫോർ യൂണിവേഴ്സിറ്റി.